ആനറാഞ്ചി പക്ഷികൾ കരയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ജീവികളായ ഗജവീരന്മാരെ റാഞ്ചിയെടുത്ത് വിജനമായ സ്ഥലത്ത് കൊണ്ടുചെന്ന് ഭക്ഷിക്കുന്ന അതിഭീമന്മാരായ പക്ഷികൾ. വാസ്തവത്തിൽ ജീവശാസ്ത്ര പരിണാമ ചരിത്രത്തിൽ എവിടെയെങ്കിലും അത്തരമൊരു പക്ഷി നിലനിന്നിരുന്നോ, അതോ അവ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ആ രസകരമായ ചരിത്രമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. ശേഷം ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും സെർച്ച് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജീവശാസ്ത്ര പരിണാമത്തിലെ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പറക്കുന്ന പക്ഷികൾ കടൽ പക്ഷികളാണ്. കോറി ബസ്റ്റാർഡും മ്യൂട്ട് സാനും അടങ്ങുന്ന ആ ഭീമൻ പക്ഷികൾക്ക് ഏകദേശം 20 കിലോയോളമാണ് ഭാരം. ഭാരമേറുന്തോറും പക്ഷികൾക്ക് പറക്കാനുള്ള കഴിവ് കുറഞ്ഞു വരുന്നു എന്നാണ് ജീവശാസ്ത്ര രംഗത്തിന്റെ കണ്ടെത്തലുകൾ. എല്ല് പൊള്ളയായതും ഭാരം കുറവായതുമാണ് പക്ഷികളെ പറക്കാൻ ഏറെ സഹായിക്കുന്ന ഘടകങ്ങൾ. കോഴികൾക്ക് ഉയർന്നു പറക്കാൻ സാധിക്കാത്തതിന്റെ കാരണവും ഇത് തന്നെയാണ്. എന്നാൽ ജീവശാസ്ത്ര രംഗത്തിന്റെ ഉയർച്ചയോടെയും ഫോസിൽ പഠന രംഗത്തെ മികവോടെയും ഭീമാകാരമായ ആനറാഞ്ചി പക്ഷികളെ മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ട്. 50 മുതൽ 100 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ്, അതായത് മനുഷ്യ പരിണാമത്തിലെ പൂർവികരായ ആസ്ട്രലോപിത്തക്കസ് വംശം ഭൂമിയിൽ നിലനിൽക്കുന്നതിന് മുന്നേ ആയിരുന്നു ആനറാഞ്ചി പക്ഷികൾ ഭൂമിയെ കീഴടക്കിയിരുന്നത്. അർജന്റീനയിൽ നിന്ന് ധാരാളം ഫോസിലുകൾ ലഭിച്ചതിനാലും ഭീമാകാര രൂപമുള്ളതിനാലും അർജന്റാവിസ് മാഗ്നിഫിസസ് എന്നാണ് ആധുനിക ശാസ്ത്രലോകം ആനറാഞ്ചി പക്ഷികളെ വിളിച്ചത്. എന്നാൽ പേര് പോലെ ആനകളെ റാഞ്ചാനുള്ള കഴിവ് ഈ പക്ഷിഗണത്തിന് ഇല്ലായിരുന്നു. ആനയെ റാഞ്ചി പറക്കണമെങ്കിൽ ആനയേക്കാൾ ഭാരവും കരുത്തും അത്യാവശ്യമാണ്. അത്തരമൊരു പക്ഷി സമൂഹം നിലനിന്നതായി നിലവിൽ ശാസ്ത്രലോകത്തിന് അറിവൊന്നും ലഭിച്ചിട്ടില്ല. ശരാശരി 40 കിലോമീറ്റർ വേഗതയിൽ പറക്കാൻ കഴിവുള്ള നിലവിൽ ആനറാഞ്ചി പക്ഷികൾ എന്ന് വിളിക്കപ്പെടുന്ന ഗണത്തിന് 80 കിലോ ഭാരവും ഏകദേശം 7 മീറ്റർ ചിറകളവും ഉണ്ടായിരുന്നു. ചെറിയ വന്യമൃഗങ്ങളെ റാഞ്ചി പറക്കാൻ കഴിവുള്ള ആനറാഞ്ചി പക്ഷികൾക്ക് കൂർത്ത നഖങ്ങളും വലുപ്പമേറിയ നേരിയ ചുണ്ടുകളുമായിരുന്നു. പരുന്തുകളെ പോലെ ദീർഘനേരം ആകാശത്ത് വട്ടമിട്ട് പറക്കാൻ ശേഷിയുണ്ടായിരുന്ന ഈ പക്ഷിഗണം ചാക്രിയ വംശനാശത്തിന് വിധേയമായി ഏകദേശം 50 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാവുകയാണ് ഉണ്ടായത്. ആനറാഞ്ചി പക്ഷികളെ കുറിച്ച് ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.